ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് എക്സ്ചേഞ്ചിലുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പിലായാലും പി സിയിലായാലും എങ്ങനെ വിൻഡോസ് 11 ഒരു പ്രശ്നം കൂടാതെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇത്. മിക്ക ലാപ്ടോപ്പിൽ ഇത് കിട്ടാറില്ല, വിൻഡോസ് 11 അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അതായത് ഏതൊരു പ്രശ്നവും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ദിവസമായി. എനിക്കിപ്പോൾ ഇവിടെ വേറെ ഒരു പ്രശ്നം ഞാൻ ഇവിടെ കാണുന്നില്ല. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തത് ലെനോവയുടെ തിങ്ക്പാഡ് എന്ന് പറയുന്ന ലാപ്ടോപ്പിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇത് 128 GB SSD റാമാണ് ഇതിന് വരുന്നത്. പിന്നെ 4 GB മെമ്മറിയാണ് വരുന്നത്. അതുപോലെ തന്നെ 3 കാര്യങ്ങളുണ്ട്. ഈ ലാപ്ടോപ്പ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. അത് സെക്യൂർ ബൂട്ട് ഇതിൽ എനബിൾഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വിൻഡോസ് 11 പറ്റിയതല്ല. അതുപോലെ തന്നെ TPM 2.0 അല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിൽ എനബിൾ അല്ല. മിക്ക ലാപ്ടോപ്പിലും പ്രശ്നം ഇതാണ് വരുന്നത്. ഓൾഡ് PCസിൽ വരുന്ന പ്രശ്നമാണത്. അപ്പോൾ ഇത് എങ്ങനെ തടഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു പ്രശ്നം കൂടാതെ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം കൂടാതെ തന്നെ പക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണിക്കുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് വിൻഡോസിൻ്റെ വെബ്സൈറ്റ് ആണിത്. അതിൻ്റെ ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട വെബ്സൈറ്റാണ് ഇത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻറ്റ്. അപ്പോൾ അതല്ല. അപ്പോൾ അതിൻ്റെ താഴെയും ഒരെണ്ണമാണ് ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ. അപ്പോൾ അതുമല്ല, അതിൻ്റെ ഏറ്റവും താഴെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, വിൻഡോസ് 11 ഡിസ്ക് ഇമേജ് ISO ഫയൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ സെലക്ട് ഡൗൺലോഡ് കൊടുത്തിട്ട് വിൻഡോസ് 11 കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ ഇതാണ്, സെലക്ട് ദ പ്രോഡക്റ്റ് ലാംഗ്വേജ്. ഇതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നിങ്ങളുടെ ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ ജസ്റ്റ് 64 ബിറ്റ് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് തനിയെ ഡൗൺലോഡ് ആയിക്കോളും. ഞാൻ പറഞ്ഞ സ്റ്റോറേജ് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഇത് ഞാൻ മാക്കിലാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ 5.1 കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് അങ്ങ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്തതിലെടുക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എൻ്റെ ഈ ഒരു വിൻഡോസ് 11 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊരു ISO ഫയലാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. പക്ഷേ ഇത് 4.40 GB ആണ്. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. നല്ല ലോങ് ഫയലാണ്. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സെറ്റപ്പ്, അതായത് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിലൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ചേഞ്ച് ഹൗസ് സെറ്റപ്പ് ഡൗൺലോഡ്സ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ്സ്, ഡ്രൈവേഴ്സ്, ഓപ്ഷൻ, ഫീച്ചേഴ്സ്, ഇതെല്ലാം കൂടെ ഡൗൺലോഡായി വരുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് വിൻഡോസ് 11 മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ ലാപ്ടോപ്പ് അല്ല PC ചെക്ക് ചെയ്യുന്ന സമയമാണിത്. അതായത് നിങ്ങളുടെ വിൻഡോസ് 11 ആയിട്ട് ഇത് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടൈമിംഗ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് PC can't run Windows 11. Here is why. അതിൻ്റെ കാരണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദ പ്രൊസസ്സർ ഈസ് നോട്ട് സപ്പോർട്ടഡ് ഫോർ ദിസ് വെർഷൻ ഓഫ് വിൻഡോസ്. ഈ പ്രൊസസ്സർ, അതായത് ഇപ്പോൾ ഈ വിൻഡോസിനകത്തുള്ള ഈ പ്രൊസസ്സർ വിൻഡോസ് 11 സപ്പോർട്ടഡ് അല്ല. പിന്നെ അടുത്തത് ദ PC മസ്റ്റ് സപ്പോർട്ട് TPM 2.0. അപ്പോൾ TPM 2.0നും ഇത് സപ്പോർട്ടഡ് അല്ല. ഇത് 1.90 TPM ആണ്. അതുകൊണ്ട് തന്നെ 2.0 ആയതുകൊണ്ട് അതിന് എലിജിബിൾ അല്ല. പിന്നെ അടുത്തത് ദ PC മസ്റ്റ് സപ്പോർട്ട് സെക്യൂർ ബോട്ട് ഇതിൽ എലിജിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ലെന്നാണ് വിൻഡോസ് 11 പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയാമല്ലോ, നമ്മളിത് എങ്ങനെ കൃത്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ
നമുക്ക് നമ്മളെ ഈ വിൻഡോസിൻ്റെ ഫയലില്ലേ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഫോൾഡർ നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു പുതിയ ഫോൾഡർ എടുക്കുക. ഫോൾഡർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനൊരു പേര് നൽകുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫയൽ ഒന്നും കൂടെ നമുക്ക് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. എനിക്കിതൊന്നും കൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു കംപ്ലീറ്റ് ഫയലും നമുക്കിതൊന്ന് കോപ്പി ചെയ്യണം. കംപ്ലീറ്റ് കോപ്പി ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പുതിയ ഫോൾഡറിനകത്ത് നമുക്കിത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പേസ്റ്റായി വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ഫയൽസും ഇതിൽ പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു പണിയുണ്ട്. ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സോഴ്സസ് എന്നും പറഞ്ഞ് കാണാമല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കാണാമല്ലോ, AppRaiserus.dll ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒന്ന് സെറ്റപ്പ് അമർത്താം. അപ്പോൾ വീണ്ടും അത് സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എസ് ക്ലിക്ക് ചെയ്യാം. മുമ്പ് കാണിച്ചതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഒന്ന് ഓപ്പണായി വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നോട്ട് റൈറ്റ് നൗ കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആകാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലൈസൻസ് ടേംസ് ഒക്കെ റീഡ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലേ, ഈസിയാണ്. നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആയി കിട്ടും. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആയി കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ PC-യിൽ ഇനഫ് സ്പേസ് ഇല്ല. അപ്പോൾ അതായത് ഞാനിപ്പോൾ അവിടെ ഓൾറെഡി വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ സ്പേസ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ സ്റ്റോറേജാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ഇതിലെ ആപ്ലിക്കേഷൻസും എല്ലാം ഫയൽസും എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യണോ, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഫ്രഷ് വിൻഡോസ് 11 ആയിട്ട് കിട്ടണമെന്നുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു നെക്സ്റ്റ് ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വിൻഡോസ് 11 അപ്ഡേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ വേറെ ഒരു പണിയില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വിൻഡോസ് 11 കിട്ടും. അപ്പോൾ എല്ലാവരും, ആർക്കും ഒരു പ്രശ്നം വേണ്ട, എല്ലാവർക്കും വിൻഡോസ് 11 ഉപയോഗിക്കാം. അപ്പോൾ ഏതൊരു പ്രശ്നവും കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഇതിൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിൽ അവസാനം അത് ജസ്റ്റ് നിങ്ങളുടെ ഫയൽസ് കീപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വിൻഡോസ് 11 നല്ലപോലെ ഇൻസ്റ്റാൾ ആയി കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ അതേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. വരെയും ബൈ.